വൃത്തിയില്ലായ്മയെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചപ്പം ജാസ്മിൻ ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പിടുന്നില്ല, മൊത്തത്തിൽ വീടിനകത്ത് ചെരുപ്പിടുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോറ എണീച്ച് നിൽക്കുന്നു, ചെരുപ്പിടുന്നില്ല. പക്ഷെ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ കാല് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വരുന്നതെന്ന് പറയുന്നു. ഗബ്രി എണീച്ച് നിൽക്കുന്നു, ചെരുപ്പിടില്ല. വീട്ടിനകത്ത് ചെരുപ്പിടില്ല, പക്ഷെ ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പിടും എന്ന് പറയുന്നു. സോ അവർ ആ ടീമിൽ ആരും ചെരുപ്പിടുന്നില്ല മൊത്തത്തിൽ. അപ്പോഴാണ് ജാസ്മിനെ കുറിച്ച് എന്താണ് ജാസ്മിൻ ചെരുപ്പിടാത്തെന്ന് പറയുമ്പോൾ പിന്നെ വള്ളി പൊട്ടിയതോ കാലിൽ ഇങ്ങനെ ഉപ്പൂറ്റിക്ക് പ്രശ്നം അങ്ങനെയൊക്കെ ജാസ്മിന്റെ ഭാഗം നിരത്തുന്നുണ്ട്. സോ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജിൻഡോ വീട്ടിൽ ഈ ചെരുപ്പിടാത്ത പ്രശ്നത്തിനെ കുറിച്ച് ഹൈജീനിക് എന്താണെന്ന് പറയുമ്പോൾ ഈ പരിപാടി ഇവിടെ നടക്കില്ല ലാലേട്ടാ, ചെരുപ്പിടാതെ നടക്കുന്ന പരിപാടി ഇവിടെ നടക്കില്ല. ഇത് പലരും താമസിക്കുന്ന വീടാണ്, ഇവിടെ എല്ലാവരും ഇരിക്കുന്നതാണ്. സോ ചെരുപ്പിട്ടേ മതിയുള്ളൂ, ഞാൻ സമ്മതിക്കില്ല. ഓഡിയൻസ് വരെ കൈയടിച്ചു. അപ്പം ഇത് ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ജിൻഡോയാണ് പറയുന്നത് ചെരുപ്പിടാത്തതിന് ജാസ്മിനെ ചോദ്യം ചെയ്യുമ്പോൾ ജാസ്മിൻ ഒരു കാരണവശാലും എന്ത് തന്നെ ചോദിച്ചാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈവൻ ടിഷ്യൂ അവിടെ ചുരുട്ടി വെച്ചത് പോയി ചോദിക്കുമ്പോൾ പോലും ചെയ്യില്ല. നിനക്കെന്ത് വേണം, ഞാൻ അവിടെ ഇടും, താൻ പോടോ, ഇതാണ് പറയുന്നത്. ഒരു ധാർഷ്ട്യമാണ് ജാസ്മിന്റെ ഭാഗത്ത്. അതേപോലെ തന്നെയാണ് ഈ അത് കഴിഞ്ഞ് ചെരുപ്പിടാത്ത കാര്യം പറയുമ്പോഴും അങ്ങോട്ട് ചാടിക്കളിക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ക്യാപ്റ്റൻ ഇപ്പൊ ഒന്ന് ക്യാപ്റ്റനെ കുറിച്ച് വിലയിരുത്താൻ പറഞ്ഞപ്പോൾ വളരെ മോശം എന്ന് പറഞ്ഞല്ലോ. ക്യാപ്റ്റൻ പറയുന്നത് ക്യാപ്റ്റൻ പറയുന്നത് പോലും അറ്റ്ലീസ്റ്റ് അത് ജിൻഡോയെ ബഹുമാനിക്കണം. പക്ഷെ ക്യാപ്റ്റൻ എന്ന സ്ഥാനത്തെ പോലും ബഹുമാനിക്കാൻ ഈ പറയുന്ന ഗബ്രി, നോറ, രശ്മിൻ, ജാസ്മിൻ ഇവരൊന്നും ശീലിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ജിൻഡോ ആണെങ്കിൽ, ജിൻഡോ പിന്നെ ക്യാപ്റ്റൻ ആണെങ്കിലോ എന്തെങ്കിലും അധികാരം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവരത് പറഞ്ഞ് കേൾക്കാറില്ല. എന്തായാലും ലാലേട്ടന്റെ മുൻപിലും ജിൻഡോയുടെ നിലപാട് വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു. ഈ ചെരുപ്പിടാതെ, ഈ വൃത്തിയില്ലാതെ ഈ നടന്ന് ബാത്റൂമിലെല്ലാം പോയി ചവിട്ടി കയറി വന്ന് ഈ സോഫയിലും ബെഡിലും അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ചവിട്ടി തേക്കുന്നത് ഈ പരിപാടി ഇവിടെ നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അത് വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ വൃത്തിയും വെടുപ്പ് എന്നുള്ളതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇത്രയും വലിയ കുട്ടികളായതിനു ശേഷം ഈ പൊതുവായിട്ടുള്ള ഈ പരിപാടിയിൽ വന്നിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജാസ്മിനൊന്നും ഓർമ്മയില്ല, മയക്കിടുന്ന കാര്യം പോലും ഓർമ്മയില്ല. അപ്പൊ നമ്മളങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എപ്പോ എന്ത് ഏത് എന്നുള്ളതാണ്, ഏതും ആ കുട്ടിക്ക് ഓർമ്മയില്ല. ആകെ ഗബ്രിയുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഓർമ്മ നിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ എന്തെങ്കിലും കഴിയുന്നത് മാത്രമേ ആ കുട്ടിക്ക് ഓർമ്മ നിൽക്കുന്നുള്ളൂ. സോ എന്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതുപോലത്തെ ഈ വൃത്തിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെറുപ്പത്തിലേ ഇരുന്ന് ശീലിച്ചു വരേണ്ടതാണ്. പെട്ടെന്ന് വലിയ കുട്ടികളൊക്കെ ആയി എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് ഒരു എന്താ പറയാ നാണക്കേടായിട്ടാണ് തോന്നുന്നത്. എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു, എന്നെ മാത്രം ലക്ഷ്യം വെക്കുന്നു, ഞാൻ എന്തോ അരുതാത്ത ചെയ്യുന്ന പോലെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു, ആ ഒരു ചിന്തയാണ് ജാസ്മിന് വരുന്നത്. അതുകൊണ്ടാണ് എന്നെ എയിം വെക്കുന്നു എന്ന് പറയുന്നത്. ആക്ച്വലി ജാസ്മിന്റെ ഭാഗത്ത് നിറയെ വീഴ്ചകളുണ്ട്. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, അത് ആര് പറഞ്ഞാലും കേൾക്കില്ല. ജിൻഡോ പറഞ്ഞാൽ പ്രത്യേകിച്ച് കേൾക്കില്ല. അത് ജിൻഡോ സാധാരണ കണ്ടസ്റ്റന്റ് ആയിട്ട് പറഞ്ഞാലും കേൾക്കില്ല, ക്യാപ്റ്റനായിട്ട് പറഞ്ഞാലും കേൾക്കില്ല. എല്ലാത്തിനും പുല്ല് വിലയാണ് ജാസ്മിൻ കൊടുക്കുന്നത്. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നത് എടുക്കണമെങ്കിൽ അത് മുഴുവൻ പറയാനുള്ള, കേൾക്കാനുള്ള ആ ഒരു മനസ്സെങ്കിലും കാണിക്കണം. ആ വീട്ടിൽ അത് കാണിക്കാറില്ല. സോ എന്ത് പറഞ്ഞാലും അവിടെ വഴക്കിലാണ് നിൽക്കുന്നത്. അവ പറയുന്ന ഈ വൃത്തി, കുറെ ബഹുമാനങ്ങൾ, ഇപ്പൊ ഇന്ന് ലാലേട്ടൻ അത് പറഞ്ഞു. ഇനി ഒന്ന് പേര് വിളിക്കൂ, എന്താണ് പൊട്ട, മണ്ട, വാടോ പോടോ, വാടാ പോടാ എന്തൊക്കെയാ വിളിക്കുന്നത്, അത് മോശമാണ്, ഇനി അങ്ങനെ വിളിക്കരുത്. ലാലേട്ടൻ ഇപ്പോ ഈ പൊതുവേദിയിൽ വെച്ചത് പറയേണ്ടി വന്നു. അപ്പൊ പോലും ജാസ്മിൻ അങ്ങനെ വിളിച്ചോ എന്നുള്ള ചിന്തയാണ്. സോ അപ്പൊ ഈ പറയുന്നത് ഈ വൃത്തിയും വെടുപ്പും ഈ ബഹുമാനവും ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ചു വരണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേറൊരാള്, മൂന്നാമതൊരു വ്യക്തി നീ ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അതായിരിക്കും ജാസ്മിനും ഇവിടെ സംഭവിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരാള് ഫോഴ്സ് ചെയ്തിട്ട് പറയുന്നത് അവനവൻ അറിഞ്ഞ് പെരുമാറേണ്ട കാര്യമാണ്. അങ്ങനെ അറിയാത്ത അത്രത്തോളം കാലം വെറുതെ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രയോജനമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.